തുണികളെ എൻ്റെ തുണികൾ കണ്ട ഇത് ഫുള്ളും ഇരുന്ന് കഴുകണം. എൻ്റെ പൊന്നെ പാൻ്റ് ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് അലക്കിയാണ്. ഇത് കഴുകണം. ഭയങ്കര വെയിൽ, ഒരക്ഷയില്ല. യോ കഴിയല്ലേ പറ്റൂ. പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പാ. ഹയ്യമ്മ ഉണ്ടല്ലേ, എന്ത് വിധി ഇത്. അമ്മമാരെ സമ്മതിക്കണല്ലേ. പക്ഷെ എൻ്റെ ഉമ്മയെ കൊണ്ട് ഞാൻ തുണിയൊന്നും കഴുകിപ്പിച്ചിട്ട് ഞാൻ തന്നെ കഴുകണം. നമ്മൾ ഇറങ്ങി കഴിയണം. പണ്ട് മുതലേ ഞാൻ അങ്ങനെ തന്നെ കഴുകും. പക്ഷെ ഇന്നും മക്കളെ തുണിയൊക്കെ കഴുകുന്ന കുറേ അമ്മമാരുണ്ട്. അമ്മമാരെയൊക്കെ സമ്മതിക്കണം. ജീൻസൊക്കെ കഴുകുന്നത് പോലെ സമ്മതിക്കണം. ഒരു പാടി തന്നെ തുണി കഴുകണ പരിപാടിയുണ്ടല്ലോ, അത്ര നല്ല പരിപാടിയൊന്നും അല്ല. അമ്മമാരെയും അനിയത്തിമാരെയും ഭാര്യമാരെയും എല്ലാവരും സമ്മതിക്കണം. ഈ തുണി ഇളക്കി കൊടുക്കണവരെ സമ്മതിക്കണം. മക്കളെ സമ്മതിക്കണം. ഇപ്പം പിന്നെ എല്ലായിടത്തും വാഷിംഗ് മെഷീനും അല്ലേ. ഞാൻ പണ്ട് മുതൽ ആരെ കൊണ്ടുവന്നു തുണി അനിപ്പിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. നമ്മളെ തുണിയൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കഴുകുക. അതാകുമ്പം എന്തേലും കോട്ടം വന്നു കഴിഞ്ഞാൽ ആരെ തലയിലും വെക്കണ്ടല്ലോ. രസം. ഭയങ്കര വെയിൽ, പിന്നെ ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അങ്ങനെ എന്തു പറയാം അല്ലേ, കഷ്ടപ്പാട്. പശു എവിടെയോ വിളിക്കുന്നു, പ്രസവിക്കുന്നു പശു. അയ്യോ, അല്ലേ എൻ്റെ കൈ ഉണ്ടോ പൊള്ളിയതാ. ഈ കൈ കൊണ്ട് എനിക്ക് തുണിയൊന്നും കഴുകാനൊന്നും അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. പല പേരും ചോദിച്ചു, റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് സയാനെ കയ്യിലെന്ത് പറ്റി എന്നൊരു ചോദ്യം ഉണ്ട്. പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനായിട്ടൊരു റീൽ എന്തായാലും ഞാനിടാം. ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഒന്ന് ഉമ്മാക്കൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ. അത് ഇങ്ങനായിട്ട് അതൊരുക്കനായിട്ട് ഒരു റീലായിട്ട് എന്തായാലും ഞാൻ യൂട്യൂബിൽ എന്തായാലും ചെയ്യാം. അപ്പം എന്നെ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ്സ് ഇടുക. അപ്പോൾ എന്തായാലും ഞാൻ പറയാം, ഇത് ഉമ്മ ഒരു മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കാണ്ടുണ്ടായ സംഭവം, ഉമ്മ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഉമ്മാക്കൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പടച്ചവൻ എങ്ങനെയായിരുന്നാലും കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോകല്ലേ. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. ലൈഫ് സ്റ്റോറി കുറേ ഡിലേ വന്നിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. അപ്പം അങ്ങനെ പോസ്റ്റൊന്നും ചെയ്യുന്നില്ല. ഇനി എന്തായാലും ചെയ്യണം, എന്തായാലും ചെയ്യും. നിങ്ങളെ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും വേണം. ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടമുള്ളവർ മാത്രം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ അതിനനുസരിച്ച് ബെറ്ററാക്കും. ഓക്കെ. ഇത് മറ്റേ സിനിമയല്ലേ, പഞ്ചാബി ഹൗസിൽ തീരും തോറും തുണി വന്നോണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ. തുണിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി. കൂടെ ചെരുപ്പും കൂടെ കഴുകി. പണ്ട് വാപ്പാക്കുള്ള ശീല, തുണിയൊക്കെ കഴുകുന്നതിന് ശേഷം ഒരു ചെരുപ്പൊക്കെ കഴുകുക. ഞാനും അതുപോലെയൊക്കെ കഴുകി ഇനി വീട്ടിലോട്ട് പോവാം.